ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ 40/2023 ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. PYQന്റെ പ്രാധാന്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, PYQ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ ഒരു പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ഉള്ളറിയുക എന്ന് പറയില്ലേ, നമ്മൾ ഈ ആളറിഞ്ഞ് കളിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഈ ആളറിഞ്ഞ് കളിക്കണം െങ്കിൽ നമുക്ക് ആളെ അറിയണ്ടേ. ആളെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ PYQs ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കണം. ഇതെല്ലാം നമ്മൾ അറിയണം. ഇങ്ങനെയൊക്കെയാണ് PSC ചോദിക്കുന്നത്. ട്രെൻഡ് അറിയണം. ഇത് 2023-ലേതാണ്. അപ്പോൾ ഇനി 2025-ലെ ചോദ്യപേപ്പറുകളുണ്ട്, 2026 ഈ വർഷം നടക്കുന്ന പരീക്ഷകളിലൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ ട്രെൻഡ് നമ്മളുടെ ചിലരുടെ സ്വഭാവം മാറുന്നത് പോലെ നമ്മുടെ PSCയുടെ ട്രെൻഡും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് അറിഞ്ഞു തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വച്ച് നടന്ന സമ്മേളനത്തിലാണ്? അപ്പൊ നമ്മുടെ INCയുടെ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പൂർണ്ണ സ്വരാജ് ഉണ്ടാകില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടാകൂ. അപ്പൊ എന്താണ്? പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് INCയുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ഓപ്ഷൻസ് നോക്കാം. A കൊൽക്കത്ത, B ബോംബെ, C ലക്നൗ, D ലാഹോർ. എവിടെയാണ് നടന്നത്? എവിടെയാണ്? നമുക്ക് ഉത്തരം നോക്കാം. എവിടെയാണ്? ലാഹോറിലാണ്. ലാഹോറിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ, INC സമ്മേളനത്തിലാണ് INCയുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു വഴിത്തിരിവ്, അതായത് നമ്മുടെ ഒരു SCERT ഫാക്ട്, നമ്മുടെ FTR അല്ലേ, നമുക്ക് ആ ഒരു റൂട്ട് കണ്ടുപിടിക്കണ്ടേ. നോക്കിക്കേ, ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ് നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗം. അപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്നൊരു ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ചില വരികളാണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? നോക്കിക്കേ, എന്താണ് പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതല്ലേ നമ്മുടെ ചോദ്യപേപ്പറിൽ കിടന്നത്? പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ബഹുജന സമരം നടത്താൻ ആരെ ചുമതലപ്പെടുത്തി? ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അതുപോലെ തന്നെ 1930 ജനുവരി 26 രവി നദി തീരത്തിൽ നമ്മുടെ ത്രിവർണ്ണ പതാക പാറിച്ചു. നമ്മുടെ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അതിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ജനുവരി 26 എന്തായി ആചരിക്കുന്നു? റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. ആ ദിവസം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായി അന്ന് ആചരിച്ചിരുന്നു, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടല്ലേ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് 29-ലെ ലാഹോർ സമ്മേളനത്തെയാണ്. അപ്പോൾ അത് വന്ന ഒരു വഴി നിങ്ങൾക്ക് മനസ്സിലാകും. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഫസ്റ്റ് ടെക്സ്റ്റിലെ പാഠഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാര്? അപ്പൊ നമ്മുടെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം 1930 ഏപ്രിൽ 13 മുതൽ മാർച്ച് 5 വരെ നടന്ന നമ്മുടെ പയ്യന്നൂർ സത്യാഗ്രഹം. പയ്യന്നൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ K കേളപ്പനാണ്. K കേളപ്പൻ നേതൃത്വം നൽകി. നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുമല്ലേ, അതുകൊണ്ട് കേരള ഗാന്ധി എന്ന് വിളിക്കുന്നു. അതിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, KB മേനോൻ, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള. ആരാടെ? പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആരാണ്? നമുക്ക് ക്ലിയർ ആണ്, KB മേനോൻ അല്ലേ. ഓപ്ഷൻ B KB മേനോനാണ് ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യം. 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. ഇതൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയാണ് അവധ് എന്ന് പറഞ്ഞ നമ്മുടെ ആരായിരുന്നു ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. കാനിങ് പ്രഭു, ഹാർഡിൻജ് പ്രഭു, ഡൽഹൌസി പ്രഭു, എലൻ ബെറോ പ്രഭു. ആരാണ്? ഡൽഹൌസി ആണല്ലേ, ഡൽഹൌസി. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓരോ സ്ഥലങ്ങളും അവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പൊ നമ്മുടെ പാഠഭാഗങ്ങളിൽ ഇത് കൃത്യമായിട്ടും ടേബിൾ വരച്ച് നല്ല വൃത്തിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. നോക്കിക്കേ, ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനും അല്ലെ. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഖാനുമാണ് നേതൃത്വം നൽകിയത്. സവിശേഷത, കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ആരെ? ബഹദൂർ ഷാ രണ്ടാമനെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡിനെ ആയിരുന്നു. അതുപോലെ തന്നെ വിപ്ലവാനന്തരം എന്ത് ചെയ്തു? വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി, റങ്കൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി. നമ്മുടെ ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ ആയിരുന്നു. ആര്? ഭക്ത് ഖാൻ. അപ്പൊ ഡൽഹിയില് ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഖാനും. ഝാൻസി നോക്കുകയാണെങ്കിൽ റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. നമ്മുടെ ഝാൻസി റാണി എന്ന് വിളിക്കുന്ന റാണി ലക്ഷ്മിഭായി. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും നേതൃത്വം നൽകിയത് കാൺപൂരിലായിരുന്നു. അതിൽ നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു. നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു ആര്? താന്തിയ തോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത്. ആരാണ്? താന്തിയ തോപ്പി, നാനാ സാഹിബ്, കാൺപൂർ. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. അവധിലെ ഭരണാധികാരിയായ ബീഗം ഹസ്രത്ത് മഹൽ. നമ്മളിപ്പോ പറഞ്ഞില്ലേ, അവധ് ഒരു നാൾ നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിപ്പഴം എന്ന അവധിനെയാണ് വിക്ഷേപിച്ചത്. ലക്നൗ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ബീഹാറിലെ ആരയിലാരാണ്? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിട്ടുള്ള കൻവർ സിംഗ് ആണ് ബീഹാറിലെ ആരയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. നാലാമത്തെ ചോദ്യം. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം എവിടെയായിരുന്നു? ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏത്? ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് വിളിച്ചുകൂടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത കോളനിയാണ് ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് 13 കോളനികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരേ ഒരു കോളനി എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല. ജോർജിയ, ഫിലാഡൽഫിയ, വെർജീനിയ, പെൻസിൽവാനിയ. ഈ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനവും രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പങ്കെടുക്കാത്ത കോളനി എന്ന് ചോദിച്ചാൽ ജോർജിയയാണ് കേട്ടോ. ഏതാണ്? ജോർജിയയാണ് പങ്കെടുക്കാത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ. ആദ്യം നോക്കിക്കേ, ഈ ഒരു പട്ടിക നമുക്ക് കിട്ടിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. SCERT ഒന്നും ക്ലിയർ ചെയ്യാതെ കംപ്ലീറ്റ് പഠിക്കാതെ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യരുത്. എല്ലാ പാഠഭാഗവും കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആര്? കാർട്ടസ്. ഇന്ത്യൻ മഹാസമുദ്രമാകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വരാം? നമ്മുടെ കേരളം സാമൂതിരിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. അപ്പോൾ ആരാടെ? സാമൂതിരിയുമായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും. ആരാണ്? പോർച്ചുഗീസുകാർ അല്ലേ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിനായിട്ട് കാർട്ടസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തിന്റെ പേര് ഈ ഒരു ഓപ്ഷനിലില്ല. ആ ടൈമിൽ വിദ്യാവതി ആയിരുന്നു. അപ്പൊ നിലവിലത്തേത് നമുക്ക് വേണം. നിലവിലത്തേത് ആരെന്ന് ചോദിച്ചാൽ യദുബീർ സിംഗ് റാവത്ത് ആണ്.
അപ്പൊ നിലവിലേത് നമുക്ക് വേണം. നിലവിലേത് ആരാടെ? നിലവിലേത് യദുബീർ. ആരാണ്? യദുബീർ. നല്ല പേരാണ് കേട്ടോ, യദുബീർ. യദുബീർ സിംഗ് റാവത്ത്. യദുബീർ സിംഗ് റാവത്ത് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ. ആരാണ്? യദുബീർ സിംഗ് റാവത്ത്. യദുബീർ സിംഗ് റാവത്ത് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കിക്കേ, അടുത്ത ചോദ്യം നോക്കിക്കേ. 7ാമത്തെ ചോദ്യം. 1962 UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല. ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി, ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, സി ദുർഗാപൂർ, ഡി ബൊക്കാറോ. ഇത് നമുക്ക് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ നമ്മളൊരു കോഡ് വെച്ചിട്ട് നമ്മൾ എല്ലാവരും പഠിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവോ? ചാഭീറ. ഞാൻ മുന്നേ ഒരു ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ചാഭീറ ഛത്തീസ്ഗഡ്, ഭിലായി റഷ്യ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് UK ആണ്, അപ്പോൾ ഭിലായി അല്ല, ചാഭീറ. അതുപോലെ പദുബ്രി. പദുബ്രി നമ്മൾ പഠിക്കാറുണ്ട്. പദുബ്രി പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ ബ്രിട്ടൻ. പശ്ചിമ ബംഗാൾ, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത് വരുന്നത് ഒറൂജയാണ്. ഒറൂജ ഒഡീഷ, റൂർക്കേല ജർമ്മനി. അങ്ങനെയാണ് ഒറൂജ വരുന്നത്. അപ്പോൾ ഒറൂജയുമല്ല, ഒറൂജ ജർമ്മനിയാണ്, റൂർക്കേലയുമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? പദുബ്രി പശ്ചിമ ബംഗാൾ, ദുർഗാപൂർ ബ്രിട്ടൻ. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. ബൊക്കാറോ പഠിച്ചു വെക്കുക. ബൊക്കാറോ നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏതാണ്? ദുർഗാപൂർ ആണ്. ദുർഗാപൂർ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അപ്പൊ ജിയോഗ്രഫിയിലെ ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പൊ നമുക്ക് ആദ്യം ഇത് വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു അകലം നമുക്കറിയാം. 4 അന്തരീക്ഷ പാളികളാണ് നമ്മുടെ അന്തരീക്ഷത്തിനുള്ളത്. ആദ്യം വരുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. 13 കിലോമീറ്റർ ആണ്. എന്നാൽ ഇത് ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നു. ശരാശരി 13 ആണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്ററും ധ്രുവപ്രദേശങ്ങളിൽ 8 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ അല്ല. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത് വരുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ സ്ട്രാറ്റോസ്ഫിയർ 20 മുതൽ 50 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. 20 മുതൽ 50 കിലോമീറ്റർ. അടുത്ത് വരുന്നത് മിസോസ്ഫിയർ ആണ്. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ പാളിയും കാണപ്പെടുന്നത്. 20 മുതൽ 35 കിലോമീറ്റർ വരെയൊക്കെയാണ് നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നത്. അടുത്ത് വരുന്നത് മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ വരെ മിസോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. അവസാനം വരുന്ന തെർമോസ്ഫിയർ 80 മുതൽ 600 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിലൂടെ നമുക്ക് ഉത്തരത്തിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. 50 മുതൽ 80 കിലോമീറ്റർ വരെ ഏതാണ്? മിസോസ്ഫിയർ ആണല്ലേ. മിസോസ്ഫിയർ ആണ് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ക്രമപ്പെടുത്തി എഴുതുക. ഇത് ഷിഫ്റ്റ് കൾട്ടിവേഷൻ ആണ്. ചില രാജ്യങ്ങളിലെ ഷിഫ്റ്റ് കൾട്ടിവേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജൂമിങ് ബ്രസീൽ, ലഡാങ് മെക്സിക്കോ, മിൽപ്പ മലേഷ്യ, റോക്ക വടക്ക് കിഴക്കൻ ഇന്ത്യ. ഇതിനെ ഒന്ന് ചേരുംപടി ചേർക്കാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ജൂമിങ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ജൂമിങ് നമുക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ രീതിയാണ് ഏത്? ജൂമിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ലഡാങ് എന്ന് പറയുന്നത് മലേഷ്യയിലാണ് കേട്ടോ. ലഡാങ് ഏതാണ്? മലേഷ്യയിലേതാണ്. അതുപോലെ മിൽപ്പ മെക്സിക്കോയാണ്. മിൽപ്പ മെക്സിക്കോ, റോക്ക ബ്രസീൽ. റോക്ക ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ A4 B3 C2 D1 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈഗ ഏത് സംസ്ഥാനത്താണ്? കൈഗ ഏതാണ്? നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കും അല്ലേ?
തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനമാണ്? കർണാടക. കൈക കർണാടക, കൈക കർണാടക, അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. 11ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഉരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ. അപ്പോൾ മേഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിംബസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങൾ, ക്യൂമുലസ് മേഘങ്ങൾ. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് ഇരുണ്ട ചാരനിറത്തിൽ സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യൂടെ? അതിന് ഇരിക്കാൻ പറ്റാതെ അത് താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ എന്തായി മാറും? മഴയായി മാറും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് മഴമേഘങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന ആ മേഘങ്ങൾ ഏതെന്നാണ് ചോദ്യം. നിംബസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങൾ, ക്യൂമുലസ് മേഘങ്ങൾ. ഏതാണ്? ഇടിയോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിംബസ് ആണല്ലേ? നിംബസ് മേഘങ്ങളാണ്. ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ ചാറ്റൽ മഴയ്ക്ക് കാരണമാകുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് കാലാവസ്ഥ അത്ര നല്ലതല്ലെങ്കിൽ നമുക്ക് നോക്കാം, സ്ട്രാറ്റസ് മേഘങ്ങളായിരിക്കും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള ഒരു വൃത്തികെട്ട കാലാവസ്ഥ തരുന്നത് എന്താണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സിറസ് മേഘങ്ങളാണെങ്കിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് സിറസ് മേഘങ്ങൾ. ഇത് വളരെ ഉയരത്തിൽ തൂവൽ പോലെയാണ് എന്ത് കാണപ്പെടുന്നത്? ഈ സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. പ്രസന്നമായ കാലാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ക്യൂമുലസ് മേഘങ്ങൾ. എന്താണ്? പ്രസന്നമായ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യൂമുലസ് മേഘങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ മഴയ്ക്ക് കാരണമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണമായ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘങ്ങളാണ്. നിംബസ് മേഘങ്ങൾ. അടുത്ത് നോക്കിക്കേ, തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? സത്യമംഗലം, മുതുമലൈ, കലക്കാട്, മുണ്ടൻതുറൈ, അരിട്ടാപ്പെട്ടി. ഏതാണ്? ആ ടൈമിലെ കറണ്ട് അഫേഴ്സ് ആയിരുന്നു. ഏതായിരുന്നു ഉത്തരം? അരിട്ടാപ്പെട്ടിയാണ്. ഏതാണ്? അരിട്ടാപ്പെട്ടി. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിലും തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ദീപാവലിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വരുന്ന പരീക്ഷകളിൽ അതും ചോദിക്കാം. ദീപാവലി തമിഴ്നാട്ടിലെ ഉത്സവമാണ്. അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പൊ ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. ശരിയാണോടെ? ശരിയാണല്ലേ? നമുക്കറിയാം 49 ജനുവരി 1-നാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. അത് ശരിയാണോടെ? റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണല്ലേ? CD ദേശ്മുഖ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആണ് ആര്? ഓസ്ബോൺ അർക്കൽ സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. വളരെ ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 1, 2, B 2, 3, C 1, 3, D എല്ലാം ശരി. അപ്പൊ ഇവിടെ 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ C ആണല്ലേ? ഓപ്ഷൻ C 1, 3 മാത്രം ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ. കമ്മി ബജറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുറവ് വരുന്നു അല്ലേ? ഒരു കുറവ് വരണമെങ്കിൽ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമ്മൾ ചെലവാക്കിയിരിക്കണം. അപ്പൊ ചെലവ് കൂടുതലും വരുമാനം കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കമ്മി വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. വരുമാനവും ചെലവും തുല്യം. ഓപ്ഷൻ B വരുമാനം കുറവ്, ചെലവ് കൂടുതൽ. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഈ ഒരു സിമ്പിൾ എന്നാൽ തുറന്നിരിക്കുന്നിടം കൂടുതലും അടഞ്ഞിരിക്കുന്ന സ്ഥലം കുറവും എന്നാണ്. ഓപ്ഷൻ C വരുമാനം കൂടുതലും ചെലവ് കുറവും. ഓപ്ഷൻ D വരുമാനവും നികുതിയും തുല്യം. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? വരുമാനം കുറവും ചെലവ് കൂടുതലും. ഓപ്ഷൻ B ആണ് ഉത്തരമായി വരുന്നത്. ഈ സിമ്പിൾ എന്ന് നിങ്ങൾ മറക്കരുതേ. അടഞ്ഞിരിക്കുന്ന ഭാഗം കുറവും തുറന്നിരിക്കുന്ന ഭാഗം കൂടുതലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. അപ്പൊ ഇവിടെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തെറ്റേതെന്ന് കൊടുക്കാതെ ശരിയല്ലാത്തത് എന്ന് ചോദിക്കുന്നത് തന്നെ ഈ ശരി കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ശരിയായത് എന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ശരിയാണോടെ?
ശരിയാണ്, വളരെ വളരെ ശരിയാണ്. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അത് ശരിയാണോ? നമ്മുടെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല നിലവിൽ വരുന്നത് 1959 ഇത് നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ റൂർക്കേലയാണ് നമ്മുടെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. എന്നാൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, അതായത് നമ്മുടെ ടിസ്കോ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇത് ആരംഭിക്കുന്നത് 1907 ജാർഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിക്കുന്നത്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അഭ്രം ഉപയോഗിക്കുന്നു. ശരിയല്ലേടെ? ശരിയാണ്, അഭ്രം ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് തെറ്റേത് എന്നാണ്. തെറ്റ് 2 മാത്രമാണ് തെറ്റ്. 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ഇവിടത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. നീതി ആയോഗ് നിലവിൽ വന്നത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇവിടെ ഒന്നും പറയാനില്ല. ഓപ്ഷൻ എ 2015 ഏപ്രിൽ 1, ബി 2015 ജനുവരി 1, സി 2014 ജനുവരി 1, ഡി 2017 ഏപ്രിൽ 1. എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 അല്ലേ? അടുത്തതും ഡയറക്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ഉത്തരം പറയും. ജവഹർലാൽ നെഹ്റു, VKRV റാവു, PC മെഹ്ലനോബിസ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടത്തെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്കാൾപ്പിംഗ്, ബി ഡേ ട്രേഡിംഗ്, സി സ്പോട്ട് ട്രേഡിംഗ്, ഡി അൽഗോ ട്രേഡിംഗ്. ഏതാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ഏതാണ്? അൽഗോ ട്രേഡിംഗ് ആണല്ലേ? ഏതാണ്? അൽഗോ ട്രേഡിംഗ്. 19ാമത്തെ ചോദ്യം നോക്കിക്കേ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4A അതായത് ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. 86ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 86ാം ഭേദഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഏത് വർഷമാണ്? 2002 അല്ലേ? 2002 86ാം ഭേദഗതി വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം. അത് അവരുടെ മൗലിക അവകാശമാണ്. എന്താണ്? മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 21A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A മുതൽക്കാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേടെ? തെറ്റല്ലേ? തെറ്റാണ്. 3ാമത്തെ നോക്കിക്കേ. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ശരിയല്ലേ? 11 എണ്ണമല്ലേ മൗലിക കർത്തവ്യങ്ങൾ? അത് ശരിയാണ്. അപ്പൊ ഇവിടെ ഉത്തരമായി വരുന്നത് ഏതാണ്? 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ബി 1 and 3 ഓൺലി. 20ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ. ശരിയാണ്. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണഘടന ആണോ? അല്ല. സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസിൽ നിന്നും ഫ്രഞ്ച് ഭരണഘടനയാണ് അല്ലേ? ഫ്രഞ്ച് ഭരണഘടനയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടന. ശരിയല്ലേ? നിയമവാഴ്ച അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉം മാത്രമാണ് ശരി. അപ്പൊ 1ഉം 3ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്.
21ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് 1 by 1 ആയിട്ട് നോക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം, അല്ലെ? അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അവർക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ഭരണഘടന അനുച്ഛേദം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 29 മുതൽ 30, അതായത് ആർട്ടിക്കിൾ 29, 30 ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 29, 30. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, ശരിയാണ്. അത് പ്രകാരം അവർക്ക് എന്ത് സ്ഥാപിക്കാം? അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനാവകാശമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോടെ? നമ്മൾ എല്ലാവരും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി വന്നവരാണ്. അവിടെ എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അവർക്കൊരു പ്രത്യേക അല്ലെങ്കിൽ അവർക്കൊരു മതപഠനത്തിനുള്ള അവകാശം അവിടെ നൽകുന്നുണ്ടോ? ഇല്ല, അല്ലേ? അവർക്കൊരു മതപഠനം അവിടെ സാധ്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു അവകാശം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അവരുടെ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നേടാവുന്നതാണ്, അല്ലേ? നമ്മുടെ നാടുകളിൽ മദ്രസ പോലുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ലേ? മദ്രസ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സൺഡേ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ മതപഠനം പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ അതൊരിക്കലും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം മാത്രം ശരി എന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഏതാണ്? ഓപ്ഷൻ എ, അല്ലേ? ഓപ്ഷൻ എ 1 and 2 ഒള്ളിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്, ശരിയല്ലേ? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്, ശരിയാണോ? ശരിയായേനെ. ഇത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരുന്നുവെങ്കിൽ ശരിയാകുമായിരുന്നു. പക്ഷെ ഇത് ദേശീയമാണ്, അപ്പോൾ ഇവിടെ തെറ്റാണ്. മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്, ശരിയാണ്. വളരെ വളരെ ശരിയാണ്. അപ്പൊ ഇവിടെയും 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉം എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ സി അല്ലേ ഉള്ളത്? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരി എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതെ, വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായത്, നേരത്തെ ശരിയായിട്ടുള്ളത് ചോദിച്ചു, ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നു തെറ്റായ പ്രസ്താവന ഏത്? 1, ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ശിക്ഷിക്കാനാകുമോ ഒരു കമ്മീഷന്? അത് മനുഷ്യാവകാശ കമ്മീഷനാകട്ടെ, ബാലാവകാശ കമ്മീഷനാകട്ടെ, വനിതാ കമ്മീഷനാകട്ടെ, ഇനി ഏത് വലിയ കമ്മീഷനുമാകട്ടെ, എന്ത് തന്നെ ആയാലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ടോ? ഇല്ല, അവകാശമില്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ, ശരിയല്ലേ? നമുക്ക് ശുപാർശ ചെയ്യാം, കമ്മീഷന് ശുപാർശ ചെയ്യാം. അവർ ചെയ്ത തെറ്റ് ഇത്രയും വ്യാപ്തിയുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊരു ചെറിയ തെറ്റാണ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ശുപാർശ ചെയ്യാം. അപ്പോൾ ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ അവകാശമുള്ളൂ. ആരെങ്കിലും പരാതിപ്പെട്ടാൽ മാത്രമേ കേസെടുക്കാനാകൂ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പത്രത്തിലൊക്കെ കാണാറില്ലേ, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു, ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു, മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സ്വമേധയാ എന്ന് വെച്ചാൽ ആ ഒരു മനുഷ്യാവകാശ ലംഘനം അവിടെ നടന്നു എന്ന് കമ്മീഷൻ ഉറപ്പായി. അപ്പോൾ ആരും തന്നെ പരാതിപ്പെടാത്തിടത്ത് കമ്മീഷൻ സ്വമേധയാ അവിടെ കേസെടുക്കുകയാണ്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ
കാര്യത്തിൽ മാത്രമല്ല കേസെടുക്കുന്നത്. അപ്പോൾ 3 തെറ്റാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. ഇവിടെയും ഉത്തരമായി വരുന്നു ഓപ്ഷൻ സി 1ഉം 3ഉം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 24ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദ്യം. ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ 12 മുതൽ 35 വരെയാണോ? ആണ്. വളരെ ശരിയാണല്ലേ. 12 മുതൽ 35 വരെയാണ്. ഭാഗം 3 അല്ലേ? ഭാഗം 3. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ശരിയല്ലേടെ? ശരിയാണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ശരിയല്ലേ? ശരിയാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഇപ്പോൾ അതൊരു മൗലിക അവകാശമല്ല. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. ശരിയല്ലേ? നമുക്ക് പാർലമെന്ററി സമ്പ്രദായമല്ലേ ഉള്ളത്. നമ്മുടെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നമുക്ക് പാർലമെന്ററി സമ്പ്രദായമാണ്. അപ്പൊ പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ. അവിടെ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണെങ്കിൽ നമ്മുടെ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ. അതും ശരിയാണ്. സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിന്റെ തലവൻ. അപ്പോൾ സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായം വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ആ ഒരു അധികാരം വിഭജിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അവിടെ സെമി എന്ന വാക്കിന്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പൊ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേടെ? 3 തെറ്റാണ്. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രം ശരിയെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് പോകാം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രാഷ്ട്രപതിയല്ല, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ്? ഉപരാഷ്ട്രപതിയാണ്. ശരിയാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേടെ? ശരിയാണ്. നമ്മുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള CP രാധാകൃഷ്ണനാണ് നമ്മുടെ നിലവിലെ ഉപരാഷ്ട്രപതി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതും ശരിയല്ലേ? എവിടെയെങ്കിലും രാജ്യസഭ കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു പോയി വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടോ? പാർലമെന്റ് എങ്ങനെയാണ്? പാർലമെന്റ് പിരിച്ചുവിടാറുണ്ടല്ലേ? പാർലമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പാർലമെന്റ് ഇലക്ഷൻ വരുന്നത് അല്ലേ? പക്ഷെ രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. 6 വർഷം കൂടുമ്പോൾ 3ൽ 2 അംഗങ്ങൾ കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥിരം സഭയാണ് നമ്മുടെ രാജ്യസഭ. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെയും എല്ലാം ശരിയാണ്. എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ഉത്തരമായി വരുന്നു. പറഞ്ഞില്ലേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ഇത്. 27ാമത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെയും ശരിയാണ് ചോദിക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മുടെ കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. ആണോ? കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണോ? ശരിയാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണോ? ആണ്. വളരെ ശരിയാണ്. കില ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. ശരിയല്ലേടെ? അതും ശരിയല്ലേ? വളരെ വളരെ ശരിയാണ്. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. എല്ലാം ശരിയെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെയും ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട്
ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പരീക്ഷാ പേപ്പറിൽ മൊത്തത്തിലും ചേർത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, താഴെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഇവിടെ തെറ്റാണ് നമുക്ക് വേണ്ടത്. നോക്കാം. കിർട്ടാഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. അതിനാദ്യം കിർട്ടാഡ്സ് എന്താണെന്ന് അറിയണം. എന്താണ് കിർട്ടാഡ്സ്? കിർട്ടാഡ്സ് എന്ന് വെച്ചാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ്. റിസർച്ച് ഉണ്ട്, അതുപോലെ ട്രെയിനിങ് ഉണ്ട്. റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇതാണ് കിർട്ടാഡ്സ് എന്ന് പറയുന്നത്. എന്താണ് കിർട്ടാഡ്സ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് കിർട്ടാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കിർട്ടാഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയുക. കിർട്ടാഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. കിർട്ടാഡ്സ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കിർട്ടാഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. കിർട്ടാഡ്സ് മറ്റ് പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. മറ്റ് പിന്നോക്കക്കാർക്കല്ല, SC-ക്കും ST-ക്കും വേണ്ടിയുള്ള സംഘടനയാണ് അല്ലേ? അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ കൃത്യമായിട്ടുണ്ട് അല്ലേ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉം ശരിയല്ല എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഉത്തരമായി വരും. ഓപ്ഷൻ എ 2 and 3 ഓൺലി ശരിയല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. 29ാമത്തെ ചോദ്യം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞു. അടുത്തത് വനിതാ കമ്മീഷൻ വരുന്നു. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അപ്പൊ നമ്മുടെ കേരള വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണെന്ന് പറയുന്നു. ശരിയാണോ? അവിടെ ശരിയാണ്. എന്നാണ് നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്? എന്നാണ്? 1995 നിയമപ്രകാരം 1996 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. AK ആന്റണി ആണോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ആണ് എന്ന് പറയണം. ആ ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പഠിക്കുന്നുണ്ട്, ചാരായ നിരോധനം. 1996 AK ആന്റണിയുടെ കാലത്ത്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടൂലേ? ശരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരിയാണ്. വളരെ വളരെ ശരിയാണ്. വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രനാണ്. നമുക്ക് ഇപ്പോഴത്തെ എന്ന് തന്നെ വായിക്കാം. അപ്പോൾ ഇത് തെറ്റാണ്. ഇപ്പോഴത്തെ ആരാടെ? പി സതീദേവി ആണല്ലേ? പി സതീദേവി. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരമായി വരുന്നു ഓപ്ഷൻ ബി 1 and 2 ഓൺലി. ഓക്കെ, ക്ലിയർ അല്ലേ? 30ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇതേ പോകുന്നു. 30ാമത്തെ ചോദ്യം നോക്കിക്കേ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. അതെ, ഇവിടെയും ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. ശരിയാണോ? ശരിയാണ്. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ്. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പേർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇത് ആ ടൈമിലേതാണ്. ഇത് ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിന്റെ പ്രധാന ചുമതല അല്ലെ? വാർഷിക പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് നമ്മുടെ പ്ലാനിംഗ് ബോർഡാണ്. അതും വളരെ ശരിയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഇവിടെ ഉത്തരമായി വരുന്നു. ക്ലിയർ അല്ലേടെ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. ശരിയാണോ? ഞാൻ ഭേദഗതി പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ വർഷമടക്കം പറഞ്ഞ് പഠിക്കുക എന്നതാണ്. 1985 52ാം ഭേദഗതി അങ്ങനെ തന്നെ പഠിക്കുക. 85 52ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി.
ശരിയാണോ? ശരിയാണ്. 91-ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. വളരെ വളരെ ശരിയാണ്. ഒരാൾ കൂറുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീർപ്പ് പറയുന്നത് ആ സഭയുടെ അധ്യക്ഷനായിരിക്കും. ലോക്സഭയാണെങ്കിൽ സ്പീക്കർ ആയിരിക്കും, നമ്മുടെ സംസ്ഥാന നിയമസഭയാണെങ്കിൽ നിയമസഭ സ്പീക്കർ ആയിരിക്കും. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് എല്ലാം ശരിയാണ് എന്ന ഉത്തരങ്ങൾ തന്നെയാണല്ലേ. അപ്പൊ ഇവിടെയും എന്താണ്? എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കേ, സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ലോഹ പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 12, നവംബർ 14, മാർച്ച് 22, ഏപ്രിൽ 7 എന്നാണ് ലോക പ്രമേഹ ദിനം. നമ്മുടെ കുട്ടികൾക്കല്ലേ മധുരം കഴിക്കാൻ ഇഷ്ടം. അപ്പൊ കുട്ടികളുടെ ദിനം നമ്മുടെ ശിശുദിനത്തിന്റെ അന്നല്ലേ. എന്നാണ് ശിശുദിനം? നവംബർ 14 അല്ലേ. നവംബർ 14 ലോക പ്രമേഹ ദിനം. അടുത്ത് നോക്കിക്കേ, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ കഫീൻ, മോർഫിൻ, നിക്കോട്ടിൻ, ക്യുനൈൻ ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ ആണല്ലേ. നിക്കോട്ടിൻ അല്ലേ പുകയില. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിൻ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തത് ഏത്? ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ആന്ത്രാക്സ്, ഡിഫ്തീരിയ, നിപ, ക്ഷയം ഏതാണ്? നമുക്കറിയാം, നമ്മുടെ നിപ്പയാണല്ലേ. നിപ്പ വൈറസ്. നിപ്പയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സിനിമ തന്നെയുണ്ട്. സിനിമയുടെ പേര് തന്നെ ഉത്തരമാണ്. ഏതാണ്? വൈറസ് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ നിപ്പ ഒരു വൈറസ് രോഗമാണ്. ആന്ത്രാക്സ്, ഡിഫ്തീരിയ, ക്ഷയം ഇവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത്. അപ്പൊ ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. DNA പ്രൊഫൈലിംഗ്, ജീൻ മാപ്പിംഗ്, DNA ഫിംഗർ പ്രിന്റിംഗ്, എക്സ്റേ ഡിഫ്രാക്ഷൻ. ഇതിൽ ഏതാണ് നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത്? ഏതാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ ആണല്ലേ. എക്സ്റേ ഡിഫ്രാക്ഷൻ ആണ് നമ്മുടെ ജീൻ എഞ്ചിനീയറിംഗിൽ അല്ലാത്തത്. ജീൻ മാപ്പിംഗ് ഉണ്ട്, DNA പ്രൊഫൈലിംഗ് ഉണ്ട്, DNA ഫിംഗർ പ്രിന്റിംഗ് എല്ലാം നമ്മുടെ ജീൻ മാപ്പിംഗ്, നമ്മുടെ ജീൻ എഞ്ചിനീയറിംഗിൽ നടക്കുന്നുണ്ട്. പക്ഷേ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇല്ല. അടുത്ത് നോക്കിക്കേ, പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് നമ്മുടെ സ്മോൾ പോക്സിന്റെ വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ച വ്യക്തി അലക്സാണ്ടർ ഫ്ലെമിംഗ്, എഡ്വേർഡ് ജെന്നർ, HG ഖൊറാന, വില്യം ഹാർവി. ആരാടെ? സ്മോൾ പോക്സിന് വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? നമ്മുടെ സ്വന്തം എഡ്വേർഡ് ജെന്നർ അല്ലേ. എഡ്വേർഡ് ജെന്നർ. ഓപ്ഷൻ ബി, എഡ്വേർഡ് ജെന്നർ. 37ാമത്തെ ചോദ്യം നോക്കിയേ, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ്? TFT, CPR ടെസ്റ്റ്, ESR ടെസ്റ്റ്, APPT ഏതാണ്? രക്തസ്രാവം നിൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കുകയോ ഉള്ള അവസ്ഥയിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? APPT ആണ്. ഏതാണ്? APPT ടെസ്റ്റ് ആണ്. അറിയാത്തവർ അറിഞ്ഞിരിക്കുക, ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് നോക്കിക്കേ, 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ആരം ഡാഷ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് SCRT എന്ന് കറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് F is equal to R/2. അതായത് നമ്മുടെ വക്രത ആരം ഭാഗം 2 ആണ് ഒരു ലെൻസിന്റെ, ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ F = R/2 എന്നുണ്ട്, നമുക്ക് F20 എന്നുണ്ട്. അപ്പോൾ 20, അപ്പോൾ R = എന്തെന്ന് വരും? 20 × 2 എന്ന് വരും. 20 × 2 എത്രയാണ്? 40 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാ ഉത്തരമായി വരുന്നത്? 40. 40 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഒന്ന് നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത്? അപ്പൊ നമ്മുടെ UV റേസ് ഉപയോഗിക്കാത്തത്. അപ്പൊ നമ്മുടെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത് ഏതിനെന്നാണ് ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലാകും. എക്കോ കാർഡിയോഗ്രഫി, അൾട്രാസോണോഗ്രഫി, സ്റ്റെതസ്കോപ്പ്, സോണാർ. ഏതിനാണ് ഉപയോഗിക്കാത്തത്? ഏതിനാണ്? സ്റ്റെതസ്കോപ്പിനാണല്ലേ. സ്റ്റെതസ്കോപ്പ് ആ സൗണ്ട് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അതിന് അൾട്രാസോണിക് തരംഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഉത്തരം ഓപ്ഷൻ സി, സ്റ്റെതസ്കോപ്പ്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. അതെ, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. ഇതിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യം.
ഓപ്ഷൻ എ mg, ഓപ്ഷൻ ബി ജി, ഓപ്ഷൻ സി kg, ഓപ്ഷൻ ഡി mm. ഏതാണ്? ഇങ്ങനെ വായിച്ചാൽ നമുക്ക് കിട്ടോ? ഇല്ല. മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, മില്ലിമീറ്റർ. ബാക്കി മൂന്നെണ്ണവും എന്തിൻ്റെയാണ്? ഭാരത്തിന്റെ അളവുകളല്ലേ. മില്ലിമീറ്റർ എന്താണ്? ഡിസ്റ്റൻസ് ആണല്ലേ. ഡിസ്റ്റൻസ്, ദൂരത്തിന്റെ ഏകകമാണ് മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ ഉത്തരമായി എന്താണ് വരുന്നത്? ഡി ആണ് വരുന്നത്. ഇതെല്ലാം ഭാരത്തിന്റെ അല്ലേടെ. നമ്മൾ മില്ലിഗ്രാമിൽ വാങ്ങാറുണ്ട്, ഗ്രാമിൽ വാങ്ങാറുണ്ട്, കിലോഗ്രാമിലും വാങ്ങാറുണ്ട്. സ്വർണ്ണമൊക്കെ നമ്മൾ എത്ര മില്ലി എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? എത്ര മില്ലി, അങ്ങനെ ചെറിയ കമ്മല്, പൊട്ട് അങ്ങനെയൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ മില്ലിയിലോട്ട് കിടക്കാറില്ലേ? അപ്പോൾ മില്ലിമീറ്റർ എന്താണ്? ദൂരത്തിന്റെ ആണല്ലേ, ദൂരത്തിൻ്റെതാണ്. അടുത്ത ചോദ്യം നോക്കിയേ, തന്നിരിക്കുന്ന സബ്ഷെല്ലിൽ സാധ്യമല്ലാത്തത് ഏത്? അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ്, സബ്ഷെല്ലുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ 2s, ബി 2d, സി 3d, ഡി 5s. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഏതാണ്? നമ്മൾ എങ്ങനെയാ വരുന്നത്? 1s2, 2s2, 2p6, അത് കഴിഞ്ഞിട്ട് 3s2 അല്ലേ. രണ്ടാമത്തെ സബ്ഷെല്ലിൽ, രണ്ടാമത്തെ ഷെല്ലിൽ എസ് പി, രണ്ട് സബ്ഷെല്ലുകളേ ഉള്ളൂ. അത് എസും പിയുമാണ്. ഡി സബ്ഷെല്ല് രണ്ടാമത്തെ ഷെല്ലിലില്ല. അപ്പോൾ 2d എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 42ാമത്തെ ചോദ്യം, താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏത്? താഴ്ന്ന താപനിലയിൽ ഉരുകില്ല. ഗാലിയം, സീസിയം, മെർക്കുറി, സോഡിയം. ഏതാണ്? താഴ്ന്ന താപനിലയിൽ പോലും ഉരുകാത്ത, താഴ്ന്ന താപനിലയിൽ ഉരുകില്ല. അതിന് കുറച്ചും കൂടി താപനില കൂടുതൽ വേണം. ഏതാണ്? സോഡിയമാണ്. സോഡിയം. ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു. അപ്പൊ ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ് അമോർഫസ് കാർബണുകൾ. ഈ തന്നിരിക്കുന്നവയിൽ അമോർഫസ് കാർബണിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അമോർഫസ് അല്ലാത്തത് കോക്ക്, ഗ്രാഫൈറ്റ്, കൽക്കരി, മരക്കരി. ഏതാണ് നമ്മുടെ അമോർഫസ് കാർബണിന് ഉദാഹരണം അല്ലാത്തത്? ഏതാണ്? ഗ്രാഫൈറ്റ് ആണല്ലേ. ഗ്രാഫൈറ്റ് ക്രിസ്റ്റലാകൃതിയിലുള്ളതല്ല. അപ്പൊ കോക്ക്, കാർബൺ, കോക്ക്, കൽക്കരി, മരക്കരി, ഇതൊക്കെ എന്താണ്? അമോർഫസ് കാർബണിന് ഉദാഹരണങ്ങളാണ് എന്ന് ഓർത്ത് വെക്കുക. 44ാമത്തെ ചോദ്യം നോക്കിയേ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ അവർ പോലും പറഞ്ഞു തരും അല്ലേ. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ. ഏതാണ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം അല്ലെങ്കിൽ ടോട്ടൽ തിയേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം. ഏതാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത്? കഥകളിയാണല്ലേ. കഥകളി. ഓപ്ഷൻ ബി കഥകളിയാണ് ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 46ാമത്തെ ചോദ്യം, ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം ONV കുറുപ്പ്, കുമാരനാശാൻ, വള്ളത്തോൾ, ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി നമുക്കിങ്ങനെ PYQs ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പലർക്കും അറിയില്ല. അപ്പം നമ്മൾ ഈ PYQ ചെയ്ത് നമുക്ക് തെറ്റുന്നു, നമ്മൾ അതിൻ്റെ ഉത്തരം നോക്കുന്നു, നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട വസ്തുതകളാണ് ഈ പറയുന്നവയൊക്കെ. അപ്പോൾ ആരുടേതാണ് ഹൃദയസ്മിതം? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടേതാണ്. അപ്പൊ അതുപോലെ തന്നെയുള്ള ചോദ്യമാണ് അടുത്തത്. നോക്കിക്കേ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പൊ എന്താണ്? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. ആരാണ് ഇങ്ങനെ പാടിയത്? ഇങ്ങനെ പാടിയത് ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാറാണ് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത്. നമ്മൾ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് എത്തുന്നു. ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത്? അർജന്റീന, ബ്രസീൽ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ. ഏത് രാജ്യമാണ്? 5 തവണയാണ് ഈ രാജ്യം ഫുട്ബോൾ ലോകകപ്പ് നേടിയത്. എല്ലാ ഫുട്ബോൾ ലോകകപ്പും കളിച്ച ഒരേ ഒരു രാജ്യം കൂടിയാണിത്. ഏതാണ്? ബ്രസീലാണല്ലേ. ഓപ്ഷൻ ബി ബ്രസീലാണ്. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക, ബ്രസീലാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം, ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ. ഏതാണ്? ഹോക്കിയാണ്. ഹോക്കിയെ പറ്റി പറയുകയാണെങ്കിൽ 2025 നവംബർ 7 നമ്മുടെ ഹോക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ട് 100 വർഷം ആയിട്ടുണ്ട് കേട്ടോ. 100 വർഷം നമ്മുടെ ഹോക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ട് 100 വർഷമായി. നിങ്ങൾ അതുകൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ.
അവസാനത്തെ ചോദ്യം നോക്കിക്കേ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ്? എമിലിയാനോ മാർട്ടിനസ്, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, പൗളോ ഡിബാലെ. ആരാടെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം? ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിക്കാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നൽകുന്നത്. അർജന്റീനയാണ് കപ്പടിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മെസ്സിയിലോട്ട് പോകാൻ തോന്നും. പോകരുത്. അതിവിദഗ്ധമായിട്ട് കളിച്ച് 3 ഗോളുകളോളം നേടിയ വ്യക്തിയാണ് ആര്? കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പയാണ് 2022 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയ വ്യക്തി. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന വ്യക്തിക്കാണ് ബൂട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ ഗ്ലോ നേടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. മികച്ച ഗോളിക്കാണ് ഗോൾഡൻ ഗ്ലോ പുരസ്കാരം നൽകുന്നത്. ഇതൊന്നും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ PYQ സെക്ഷൻ. 50ഓളം ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ചോദ്യപേപ്പർ എടുത്ത് നിങ്ങൾ അതുകൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരണമെങ്കിൽ അതാത് ഫാക്കൽറ്റീസിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്